ഒരിടവേളയ്ക്ക് ശേഷം സിറിയയിൽ വീണ്ടും വെടിയൊച്ച മുഴങ്ങുകയാണ്. സിറിയയിൽ ഏതാനും ദിവസങ്ങളായി സൈന്യവും അൽ അസദിനെ പിന്തുണയ്ക്കുന്നവരും തമ്മിൽ അതിരൂക്ഷ പോരാട്ടമാണ് നടക്കുന്നത്. സംഘർഷത്തിലെ മരണം 100 കവിഞ്ഞു. കഴിഞ്ഞ ദിവസം ലതാക്കിയയിൽ സൈന്യത്തിന് നേർക്ക് അസദ് അനുകൂലികൾ ആക്രമണം നടത്തിയതാണ് സംഘർഷത്തിൻ്റെ തുടക്കം. കഴിഞ്ഞ ഡിസംബറിൽ ബഷർ അൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ചതിന് ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷിത പോരാട്ടമാണിത്. നിലവിൽ ലതാക്കിയയിൽ സ്ഥിതി ശാന്തമാണെങ്കിലും തൊർത്തൂസിലും അസദിന് പിന്തുണയുള്ള അലൈവത്ത് സമൂഹം തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലും പോരാട്ടം രൂക്ഷമാണ്. ലതാക്കിയയിലും തൊർത്തൂസിലും കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിറിയയിലെ പുതിയ ഭരണകൂടത്തിന് കീഴിൽ തങ്ങൾ വ്യാപകമായി പീഡിപ്പിക്കപ്പെടുന്നതായാണ് അലൈവത്ത് സമൂഹത്തിൻ്റെ ആരോപണം. അസദിൻ്റെ ഭരണകാലത്ത് സൈന്യത്തിലും മറ്റ് ഭരണവകുപ്പുകളിലും അലവൈത്ത് സമൂഹത്തിന് വലിയ പ്രാതിനിധ്യമുണ്ടായിരുന്നു. അതേസമയം സൈനികരും സാധാരണക്കാരും ആയുധധാരികളും അടക്കം ഏറ്റുമുട്ടലിൽ 120-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് സിറിയയിലെ യുദ്ധനിരീക്ഷക മനുഷ്യാവകാശ സംഘടന പറയുന്നത്. ലതാക്കിയയിലേക്ക് കൂടുതൽ സേനയെ അയച്ചതായി സർക്കാർ പറഞ്ഞു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ സൈന്യം ശ്രമിക്കുന്നതായി ദേശീയ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. ലതാക്കിയ പ്രവിശ്യയിലെ ജബ്ലൈ പട്ടണത്തിലാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. അസദിൻ്റെ സേനയിലെ ദ ടൈഗർ എന്ന് വിളിപ്പേരുള്ള കമാൻഡറായിരുന്ന സുഹൈൽ അൽ ഹസൻ്റെ അനുയായികളായ തോക്കുധാരികൾ സുരക്ഷാ സേനയുടെ ചെക്ക് പോസ്റ്റുകൾ ആക്രമിച്ചതോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. 2015 വിമതർക്കെതിരെ അസദ് സേനയെ നയിച്ചത് ഹസനാണ്. തീരദേശ മേഖലയായ ഹനിയാസും ജബ്ലയും ഇപ്പോഴും അസദ് അനുകൂലികളുടെ നിയന്ത്രണത്തിലാണ്. ന്യൂനപക്ഷമായ അൽവൈറ്റുകൾ അധിവസിക്കുന്ന മേഖലയാണിവിടം. സുന്നികൾക്ക് ബഹുഭൂരിപക്ഷമുള്ള സിറിയയിൽ ഷിയ വിഭാഗത്തിലെ അലവി എന്ന ചെറിയ ഉപവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അസദ് കുടുംബം. ബഷർ അൽ അസദിൻ്റെ പതനത്തിന് ശേഷം അലവി വിഭാഗത്തിന് നേർക്ക് വ്യാപക ആക്രമണം നടന്നിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. അസദിൻ്റെ ജന്മനഗരമായ ഹർദ്വയിലും അലവി ഗ്രാമങ്ങളും സിറിയയിൽ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലല്ല. ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് 13 വർഷത്തിന് ശേഷമാണ് വിമതർ അസദിൻ്റെ സമഗ്രാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചത്. HDS നയിച്ച 11 ദിവസത്തെ വിപ്ലവത്തെ തുടർന്ന് അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്തിരുന്നു. HDSൻ്റെ നേതാവായിരുന്ന അഹമ്മദ് അൽ ഷാറയാണ് നിലവിൽ സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ്. രാജ്യത്ത് നിന്ന് അസദ് അനുകൂലികളെ ഉന്മൂലനം ചെയ്യുമെന്ന് ഷാരയുടെ കീഴിലുള്ള സേന പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ സിറിയ വീണ്ടും അതിരൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അങ്ങനെ വന്നാൽ സൈനികരെ അടിച്ചമർത്താൻ ബഷർ അൽ അസദ് അനുകൂലികൾക്ക് സാധിക്കുമോ എന്നുമാണ് ലോകം നിരീക്ഷിക്കുന്നത്. അതേസമയം ഇത്തരം ആഭ്യന്തര യുദ്ധം നഷ്ടം മാത്രമാണ് ഇത്രയും കാലം സിറിയയ്ക്ക് സമ്മാനിച്ചത്. നീണ്ടുപോയ ആഭ്യന്തര സംഘർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഭവനരഹിതരാകുകയും ചെയ്തു. ഇത് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും വ്യവസായത്തെയും അമ്പേ തകർത്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർക്കപ്പെട്ട് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും അഭയാർത്ഥികളായി മാറുകയും ചെയ്യുന്നത് ലോകം കണ്ടു. 2011 മാർച്ചിനും 2021 മാർച്ചിനും ഇടയിൽ 3,06,887 സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്ന് UN പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. യുദ്ധത്തിന് മുമ്പുള്ള മൊത്തം ജനസംഖ്യയുടെ 1.5% വരുന്നത്. കൊല്ലപ്പെട്ടവരിൽ 23,126 പേർ കുട്ടികളാണ്. സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന നിരീക്ഷണ ഗ്രൂപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023 മാർച്ച് വരെ 5,03,064 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള പ്രവർത്തകരിൽ നിന്നുള്ള വിവരങ്ങളെ ആശ്രയിക്കുന്ന മറ്റൊരു മോണിറ്ററിംഗ് ഗ്രൂപ്പായ ലംഘന ഡോക്യുമെന്റേഷൻ സെന്റർ 2023 മാർച്ച് വരെ 1,45,765 സാധാരണക്കാർ ഉൾപ്പെടെ 2,40,215 യുദ്ധവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.